ചെന്ന് സങ്കടം പറയാനുള്ള കേന്ദ്രം മുത്ത് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ സദസ്സിനോട് വളരെ ലളിതമായി ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. നമുക്ക് എല്ലാ നിലയ്ക്കും എല്ലാവരും പറയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ എല്ലാം ആണെന്ന് പറയും. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനം മുതൽ വഫാത്ത് വരെ ഒരു പുസ്തകമെങ്കിലും ഈ ജീവിതത്തിൽ നമുക്ക് വായിച്ചു തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒറ്റ പുസ്തകം. എന്റെ മുത്തുനബി ആരാണെന്ന് അറിയാൻ വേണ്ടി എന്റെ വാപ്പാനെ കുറിച്ചൊരു പുസ്തകം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്നെ വായിച്ചേനെ. ഉമ്മയെ കുറിച്ചൊരു പുസ്തകം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്നെ വായിച്ചേനെ. എന്റെ മക്കൾ എഴുതിയ ഒരു പുസ്തകം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്നെ വായിച്ചേനെ. എന്നാൽ ഇവരെക്കാളൊക്കെ മഹബത്തുണ്ടാകേണ്ട മുത്തുനബി തങ്ങൾ ആരാണെന്നറിയാൻ ഇന്ന് വരെ അവിടുത്തെ ജനനം മുതൽ വഫാത്ത് വരെയുള്ള ഒരു ചെറിയ പുസ്തകമെങ്കിലും നമുക്ക് വായിച്ചു തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? നിങ്ങളോട് ചോദിക്കും, കൈവക്കാണെന്ന് ഞാൻ പറയുന്നില്ല. എന്നാ ഇനി ഒരു കാര്യം പറയുമ്പോൾ നിങ്ങൾ കൈവക്കിയേ പറ്റൂ. വായിച്ചവരാകട്ടെ വായിക്കാത്തവരാവട്ടെ, ഇൻഷാ അല്ലാഹ് വരുന്ന ഒരു 3 മാസത്തിനുള്ളിൽ റജബും ശഅബാനും റമദാനും വരുന്നുണ്ട്. ഈ പവിത്രമായ 3 മാസത്തിനുള്ളിൽ ഞാൻ എൻ്റെ ഹബീബായ തങ്ങളെ കുറിച്ച് ഒരു പുസ്തകമെങ്കിലും വായിച്ചു തീർക്കുമെന്ന് തീരുമാനിക്കാൻ പറ്റുന്നവർക്കൊന്ന് കൈവക്കാൻ പറ്റുമോ? അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നിങ്ങൾ ആരൊക്കെ കൈവക്കി ആരൊക്കെ കൈവക്കിയില്ല എന്ന് എനിക്കറിയില്ല. അടുത്ത പ്രാവശ്യത്തെ അതിന് വരുമ്പോൾ കഴിഞ്ഞ വർഷം കൈവക്കിയവരൊക്കെ എവിടെ ചോദിക്കാനല്ല, നിങ്ങളുടെ മനസ്സിലൊരു തീരുമാനം ഉണ്ടാവാനാണ്. നിയ്യത്ത് ചെയ്യല് നിർബന്ധാണ്, നിയ്യത്ത് പറയല് സുന്നത്താണ്. എന്തിനാണ് നിയ്യത്ത് പറയുന്നത്? ആ ഖൽബിലെ നിയ്യത്തൊന്ന് ഉറച്ചു കിട്ടാനാ. എന്നതുപോലെ കൈവക്കാൻ പറഞ്ഞത് നമ്മുടെ തീരുമാനമൊന്ന് ഉറക്കാനാ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വഅലിഹി വസഹബിഹി വസല്ലമ തങ്ങളെ ഒന്ന് വായിക്കുമോനെ എന്റെ പ്രിയമുള്ള പെങ്ങളെ. ഓമന മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒന്ന് വായിച്ചു നോക്കുമ്പോ എങ്ങനെയൊക്കെ വായിക്കണം എന്നറിയുമോ? അവിടുത്തെ കണ്ണെങ്ങനെ, കാലെങ്ങനെ, ഇരിപ്പെങ്ങനെ, നടപ്പെങ്ങനെ, കിടപ്പെങ്ങനെ, നോട്ടമെങ്ങനെ, ചലനമെങ്ങനെ, നിശ്ചലനമെങ്ങനെ, അവിടുത്തെ ശബ്ദമെങ്ങനെ, അവിടുത്തെ തലയിൽ വിശുദ്ധ ശിരസ്സിലെ രോമങ്ങൾ എങ്ങനെ, അവിടുത്തെ വസ്ത്രധാരണ എങ്ങനെ, അവിടുന്ന് മുടിയിരിക്കുന്നത് എങ്ങനെ, ഇങ്ങനെ ഹബീബായ തങ്ങളുടെ ലാവണ്യമൊന്ന് വായിച്ചാൽ